ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റവ വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ആവിയിലാണ് നമ്മളത് ചെയ്യുന്നത്. ഓയിലൊന്നും യൂസ് ചെയ്യാതെ ആവിയിൽ വേവിച്ചെടുക്കുന്നൊരു പലഹാരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നോർമൽ മധുരമായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ഏലക്കായും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ആ പഞ്ചസാര പൊടിച്ചത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതിലാണ് നമ്മൾ ഈ സ്നാക്കിന് വേണ്ടുന്ന ബാറ്റർ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ചെറിയ ജാറിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് റവ എടുത്തിരിക്കുന്നത്. 1 കപ്പ് റവയ്ക്കാണ് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റവ ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും പ്രശ്നമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അതും നമുക്ക് പൊടിച്ചതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു മുട്ടയാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കുക. അപ്പോൾ ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ ആണെങ്കിൽ മുട്ട ചേർക്കണമെന്നില്ല. ആ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പാലാണ്. അപ്പോൾ ഞാനിവിടെ തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയും ആവശ്യം വരില്ല. നമുക്ക് ആ ഒരു തിക്നെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3/4 കപ്പ് പാൽ ഇതിൽ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും നമ്മളുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. ഇനി അതും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മോൾഡിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതൊരു പാത്രമായാലും മതി, സ്റ്റീലോ കണ്ണാടിയോ ഏത് ബൗളായാലും മതി. അപ്പോൾ അതിൽ ഞാൻ കുറച്ചൊന്ന് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇത് കുക്കായി വരുമ്പോൾ വിട്ട് വരാനുള്ള എളുപ്പത്തിന്. അപ്പോൾ നമ്മളുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, കുറച്ച് ലൂസായിട്ടാണ് നമ്മളുടെ ബാറ്റർ ഇരിക്കുന്നത്. വേണ്ടി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഷ്നട്ട് കൂടി അതിൻ്റെ പുറത്തേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിർബന്ധമല്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രം, ഒന്ന് ചോപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളുടെ ബാറ്റർ ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. ഒരു 20 മിനിറ്റ്സ് അതിനുള്ളിൽ അത് റെഡിയാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരു സെപ്പറേറ്റ് പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ അത് ആവി വരുമ്പോൾ ആ വെള്ളം ഇതിലേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മളുടെ മറ്റൊരു മൂടിയും കൂടി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇതിപ്പോൾ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ അതിൻ്റെ മുകളിലേക്ക് വീണ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ സ്നാക്കിലേക്ക് വീഴാതിരിക്കാനാണ് നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടും ഒന്ന് അടച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് കുക്കായോ എന്നറിയാൻ ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. എന്താ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കിതാ കൈ കൊണ്ട് തന്നെ ഒന്ന് വിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഡീമോൾഡായി കിട്ടും കേട്ടോ.
അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മൾ ഓയിലൊന്നും ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ അപ്പമെന്നോ റവ കേക്കെന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ കേക്കാവുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യും. ഇതിൽ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യാഞ്ഞിട്ട് കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതൊക്കെ കണ്ടോ, ഒരു ടീ കേക്കിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.